വെൽക്കം ബാക്ക്. ഇന്നൊരു ട്രാവൽ ബ്ലോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാട്ടിലോട്ട് പോകാനുള്ള ചെറിയൊരു പർച്ചേസിങ്ങും അതുപോലെ തന്നെ നാട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പർച്ചേസിംഗ് ഒക്കെ കുറച്ചൊക്കെ ചെയ്തു. ഇത് ബാക്കി ഒരു ഫൈനൽ സ്റ്റേജിൻ്റെ പർച്ചേസിംഗ് ആണെന്ന് പറയാം. ഇത് മിനിസോയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഇവിടെ മെഗാ മാളിലുള്ള മിനിസോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല ക്യൂട്ട് ഐറ്റംസാണ് കേട്ടോ എല്ലാം തന്നെ. നമ്മൾ ആദ്യം കാണിച്ച ഗണ്ണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ടോയ്സ്, സോഫ്റ്റ് ടോയ്സ് ഒരുപാടുണ്ട്. പക്ഷേ കുറച്ച് വില കൂടിയതുമാണ്. പക്ഷെ നല്ലൊരു ക്യൂട്ടാണ് കാണാൻ. പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് പില്ലോ റെസ്റ്റിൻ്റെ അതൊരു എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു കംഫർട്ട് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അപ്പോൾ അവിടെ നിന്നൊക്കെ പർച്ചേസൊക്കെ ചെയ്ത് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് സഫാരി മോളിലോട്ടാണ്. അപ്പം സഫാരി മോളിലും കുറച്ച് പർച്ചേസിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസിങ്ങൊക്കെ നമ്മൾ ചെയ്തു. ഇത് നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അതിന് മുന്നേ ഒരു 1 മന്ത് മുന്നേ തന്നെ കുറേ പർച്ചേസിങ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് സഫാരി മോളിലോട്ടാണ്. ചെറിയൊരു ഗോൾഡ് പർച്ചേസിങ്ങും പിന്നെ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് പർച്ചേസിങ്ങും കൂടിയുണ്ട്. അപ്പം ഈ എല്ലാവർക്കും ഉള്ളതാണ് ഫൈനൽ സ്റ്റേജിലുള്ള പർച്ചേസിങ്. നമ്മളും ഇതുപോലെ തന്നെയാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ തലേ ദിവസമാണ് എല്ലാം തന്നെ ഫൈനലാക്കുന്നത്. അപ്പോൾ നമ്മൾ സഫാരി മോളിൽ മഹാരാജയിൽ ഹിസ്വ ജ്വല്ലറിയിലാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഷൂ മേടിക്കാനും ചപ്പൽസ് മേടിക്കാനും ഒരു സഫാരി മോളിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ബാക്കി നമ്മൾക്ക് പാക്കിങ്ങും ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഹറിബറി ആയിപ്പോയി. വളരെ രാത്രിയൊക്കെ ഒരുപാട് രാത്രിയായിട്ടായിരുന്നു വന്നത്. പിന്നെ അതിനുശേഷം പർച്ചേസിങ് പാക്കിങ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടത്തി. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 2 വണ്ടിയായിട്ടാണ് പോയത്. കാരണം കുറച്ച് ലഗേജ് ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് വേറെ വണ്ടിയും ഞാനും മോനും വേറെ വണ്ടിയിലായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം എത്തിക്കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ. അതെ, അതിനുശേഷം ഹസ്ബൻഡ് വണ്ടി പാർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. ഏകദേശം എന്താ പറയുക, ഫ്ലൈറ്റ് കുറച്ച് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. കാരണം കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം വേഗം തന്നെ ചെയ്തു. ഹസ്ബൻഡ് വരുന്നില്ല, ഞങ്ങൾ 3 പേരും മാത്രമാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. കാരണം നാട്ടിൽ പോകുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ക്യൂ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റിൽ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. കുറേ കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ചെക്കിങ്ങും ബോർഡിംഗ് പാസും അതുപോലെ ഇമിഗ്രേഷനും എല്ലാം തന്നെ കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലോട്ട് പോവുകയാണ് കേട്ടോ. ഡ്യൂട്ടി ഫ്രീയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഇതുപോലെയൊക്കെ എല്ലാം നമ്മൾ കണ്ടു. നല്ല ക്യൂട്ട് ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള ഒരെണ്ണം ഹസ്ബൻഡിൻ്റെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എല്ലാം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. കുറച്ച് സമയം കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയത്. നമുക്ക് ഈവനിങ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈവനിങ് 5:30 ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം ഫ്ലൈറ്റൊക്കെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പം ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം എല്ലാവർക്കും ഒരു വളരെ പ്രിയപ്പെട്ടതാണ്. നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു നിമിഷവും ഫ്ലൈറ്റും എല്ലാം തന്നെ എല്ലാവർക്കും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. ആ ഒരു കുറേ നാൾ കൂടിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാം ഇതും കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കുറേ കാലിയായിരുന്നു. കാരണം നമ്മൾ വെക്കേഷനൊക്കെ തീരാനായപ്പോഴാണ് നാട്ടിലേക്ക് പോയത്. അപ്പോൾ ജൊഹാൻ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ജൊഹാൻ ചോദിക്കുവാണ് എപ്പോൾ ടേക്ക് ഓഫ് ആവും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. നാട്ടിലോട്ട് പോകുമ്പോഴുള്ള ഈ ഒരു ടേക്ക് ഓഫും അതുപോലെ നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ടേക്ക് ഓഫും 2 വികാരങ്ങളാണ്. കാരണം നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു നാട് കാണാനുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ തിരിച്ച് പോരുമ്പോഴുള്ള ആ ഒരു വിങ്ങലും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ട്. മേളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നമ്മളിപ്പം വൈകുന്നേരം ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, കാരണം ലൈറ്റും കാര്യങ്ങളും തന്നെ ഇല്ല.
പക്ഷേ രാത്രിയാണെങ്കിൽ വളരെ മനോഹരമാണ്. എല്ലാ ലൈറ്റും ഓണും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുവാണ് സൂപ്പറാണ് കാണാനെന്ന് പറയുവാണ് കേട്ടോ. അപ്പം ഫ്ലൈറ്റൊക്കെ പൊങ്ങി ഓരോ വ്യൂവിലും ഓരോ പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പം കുറച്ചുകൂടി ഒന്ന് മേളിലോട്ടായപ്പം ഇത് കണ്ടോ, കാണുമ്പോൾ നമുക്കറിയാം. എന്നാലും അത്രയ്ക്ക് ക്ലിയർ അല്ല, ചെറിയൊരു ഈവനിങ് ടൈം ആയല്ലോ, അപ്പം മങ്ങൽ പോലെയുണ്ട്. എന്നാലും നമ്മളതൊക്കെ എല്ലാം ആസ്വദിച്ചു. നമ്മൾ നാട്ടിലെത്താനുള്ള ആ ഒരു എന്താ പറയുക, പ്രത്യേക വിങ്ങലോട് കൂടിയുള്ള ഒരു യാത്ര തന്നെയാണ്. സന്തോഷവും എന്താ പറയുക, അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കത് പറയാനൊരു പ്രത്യേക എന്താണ്, കാരണം നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ യാത്രയൊക്കെ നല്ലവണ്ണം ആസ്വദിച്ച് പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഉള്ള പരിപാടിയാണ് വിശപ്പ്. അപ്പം നമ്മൾ ജ്യൂസും സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഫ്ലൈറ്റിൽ ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസും സ്നാക്സൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡെന്ന് വെച്ചാൽ വെജായിരുന്നു, ചിക്കൻ അല്ലായിരുന്നു. വെജ് കുറുമയും വെജ് മഞ്ചൂരിയനും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ആയിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ. എന്നാലും ഓക്കെ, നമുക്ക് വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ എന്ത് എന്ന് തന്നെ പറയാം. പക്ഷേ ജോഹാൻ വെജ് കുറുമ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും തന്നെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഏകദേശം നമ്മുടെ നാടെത്താനായിട്ടുണ്ട്. എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിടന്നുറങ്ങി കേട്ടോ. ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നാടൊക്കെ എത്തി. ആ ലാൻഡിങ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റായിട്ടാണ് ഇറങ്ങിയത്. കാരണം ടോയ്ലറ്റിലൊക്കെ പോയിട്ട് പിന്നെ ബഗ്ഗി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇതിൽ കയറണമെന്ന് വെച്ച് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ കയറി പെട്ടെന്ന് ഞങ്ങൾക്ക് നടക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും അവിടുത്തെ എല്ലാ ചെക്കിങ്ങും എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ചെക്കിങ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടോ, ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി. ഡ്യൂട്ടി ഫ്രീയിൽ നമ്മൾ 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അല്ലെങ്കിൽ ഒന്ന് നോക്കി കണ്ടിട്ടൊക്കെ പോകാമെന്ന് വെച്ചു. അതിനുശേഷം നമ്മൾ ബാഗൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ബാഗൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടു. നമ്മൾ ചെന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാഗൊക്കെ എല്ലാം തന്നെ കിട്ടി. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ബാഗൊക്കെ നമ്മളെല്ലാം എടുത്തിട്ട് പുറത്തോട്ട് പോയപ്പോൾ എൻ്റെ ബ്രദർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബ്രദർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അത് ബ്രദർ നമ്മൾ രാത്രി 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ് അവിടെ എത്തിച്ചിരുന്നത്. അപ്പം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പം ഞാൻ ജൊഹാനോട് പറയുവാണ്, അങ്കിൾ വന്നിട്ടുണ്ടെന്ന്. അപ്പം അവൻ ഓടിപ്പോയി അങ്കിളിൻ്റെ അടുത്ത് നിന്നു. അപ്പം നമ്മൾ നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക സന്തോഷമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നാട്ടിലെത്തുമ്പം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പോൾ കാറ് കുറച്ചങ്ങോട്ട് നീക്കിയിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി നമ്മുടെ ലഗേജൊക്കെ എല്ലാം കാറിൽ വെച്ചിട്ട് നമ്മൾ യാത്ര പിന്നെയും തുടരുകയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഈ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ടൊരു 2-2.5 മണിക്കൂറെങ്കിലും ട്രാവലുണ്ട്. അപ്പോൾ പോകുമ്പം നമ്മൾ ഫ്ലൈറ്റിൽ ഒരു ഫുഡ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല ഫുഡൊന്നും അല്ലായിരുന്നു ലാസ്റ്റ് ടൈമും ഇതുപോലെ തന്നെ വന്നപ്പം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ വെച്ച് കഴിച്ചത് നമ്മൾ എന്താ പറയുക, പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് കറിയും പുട്ടും ഒക്കെ തന്നെയായിരുന്നു. ജൊഹാന് പൊറോട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ നാട്ടിലെ പൊറോട്ട പ്രത്യേക ടേസ്റ്റ് തന്നെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ചേട്ടനാണെങ്കിൽ പുട്ടും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു എടുത്തത്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പം വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇനിയൊരു 2-2.5 മണിക്കൂറോളമുണ്ട് യാത്ര. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വീണ്ടും വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.